യുഎസിൽ ഇന്ത്യൻ യുവതിയുടെ കൊലപാതകത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. യുഎസിലെ എഞ്ചിനീയറായ തെലങ്കാന സ്വദേശി അവിനാശ് നരേനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ 8 മാസത്തിനു ശേഷമാണ് അവിനാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒക്ടോബറിലാണ് അവിനാശിന്റെ ഭാര്യ രാജിത സബനേനിയെ വാഷിംഗ്ടണിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെ കുളിമുറിക്കുള്ളിലായിരുന്നു യുവതിയുടെ മൃതദേഹം. കുളിമുറിയിൽ കയറിയ ഭാര്യ വാതിൽ തുറക്കുന്നില്ലെന്ന് പറഞ്ഞ് അവിനാശ് തന്നെയാണ് പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി വാതിൽ തകർത്ത് അകത്ത് കയറിയെങ്കിലും യുവതി മരിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞ് 6 മാസം തികയാനിരിക്കെയായിരുന്നു രാജിത സബനേനിയുടെ മരണം. സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് വഴിത്തിരിവുണ്ടായത്. ശ്വാസം മുട്ടിയാണ് യുവതിയുടെ മരണം സംഭവിച്ചതെന്നും കൊലപാതകമാണെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഇതോടെ ഭർത്താവായ അവിനാശിനെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. എന്നാൽ പോലീസിന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഇയാൾ പലതവണ വിദഗ്ധമായി ഒഴിഞ്ഞുമാറി. സംഭവ സമയം താൻ പുറത്തുപോയിരുന്നതായും ഏകദേശം 40 മിനിറ്റോളം കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴാണ് ഭാര്യ കുളിമുറിക്കുള്ളിൽ നിന്ന് ഇറങ്ങാത്തത് ശ്രദ്ധയിൽപ്പെട്ടതെന്നുമായിരുന്നു അവിനാശിന്റെ മൊഴി. എന്നാൽ ഈ സമയം വീട്ടിനുള്ളിലേക്ക് പുറത്തുനിന്ന് മറ്റാരും പ്രവേശിച്ചിട്ടില്ലെന്ന് ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ച് പോലീസ് ഉറപ്പാക്കി. വീട്ടിലെ സ്മാർട്ട് ലോക്ക് സിസ്റ്റം പരിശോധിച്ചാണ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇതോടെ അവിനാശിലേക്ക് വീണ്ടും അന്വേഷണമെത്തി. അവിനാശിന്റെ മൊബൈൽ ഫോൺ വിവരങ്ങളടക്കം വിശദമായി പരിശോധിച്ചതോടെ ഇന്ത്യയിലുള്ള യുവതിയുമായി ഇയാൾക്ക് രഹസ്യബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. സബനേനിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഈ യുവതിയുമായി അവിനാശിന് അടുപ്പമുണ്ടായിരുന്നു. വിവാഹം ഉറപ്പിച്ചിട്ടും ഇരുവരും ബന്ധം തുടർന്നു. കാമുകി അവിനാശിന്റെ വിവാഹ ചടങ്ങിലും പങ്കെടുത്തു. വിവാഹശേഷം യുഎസിലേക്ക് എത്തിയിട്ടും അവിനാശ് സ്ഥിരമായി ഫോണിലൂടെ യുവതിയുമായി ബന്ധം പുലർത്തി. ദിവസം ചുരുങ്ങിയത് 4 തവണയെങ്കിലും കാമുകിയെ വിളിക്കുന്നതും പതിവായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ദിവസവും ഇയാൾ കാമുകിയെ വിളിച്ചതായി കണ്ടെത്തി. ഭാര്യയുടെ മൃതദേഹത്തിന്റെ ചിത്രവും കാമുകിക്ക് അയച്ചു നൽകി. എന്നാൽ ഈ സന്ദേശങ്ങളെല്ലാം ഫോണിൽ നിന്ന് ഇയാൾ നീക്കം ചെയ്തിരുന്നു. അതിനിടെ അവിനാശും ഭാര്യയും തമ്മിൽ നടത്തിയ ചില ചാറ്റുകളും അന്വേഷണത്തിൽ നിർണായകമായി. അവിനാശ് അടുത്തിടെയായി ഉണ്ടാക്കി നൽകുന്ന സ്മൂത്തിക്ക് ചുമമരുന്നിന്റെ ചുവയുണ്ടെന്ന് ഭാര്യ പരാതിപ്പെടുന്ന സന്ദേശങ്ങളും ഇതിലുണ്ടായിരുന്നു. ഈ സന്ദേശങ്ങൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷം യുവാവിനെ നിരന്തരം ചോദ്യം ചെയ്തു. തുടർന്നാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.